ബൈബിൾ പരിജ്ഞാനത്തിൽ യുവാക്കളെ സജ്ജരാക്കാൻ കൗണ്ടർ ആക്ട് ശ്രദ്ധേയമാകുന്നു. യുവാക്കളായ ക്രിസ്ത്യൻ വിശ്വാസികൾക്കിടയിൽ ബൈബിൾ സാക്ഷരത വർദ്ധിപ്പിക്കുന്നതിനും മതേതര സംസ്കാരത്തിന്റെ സ്വാധീനത്തിനെതിരെ ഉറച്ചുനിൽക്കാൻ അവരെ പ്രാപ്തരാക്കുന്നതിനും ഒരു ക്രിസ്ത്യൻ യുവതി ഒരു സംഘടന രൂപീകരിച്ചു. യു.എസിലെ അർക്കൻസാസിലെ ജോൺ ഡൗൺ കേന്ദ്രമായി അലിസൺ പാരീസ് എന്ന ക്രിസ്ത്യൻ യുവതിയുടെ നേതൃത്വത്തിലാണ് കൗണ്ടർ ആക്ട് യു.എസ്.എ എന്ന സംഘടന രൂപീകരിച്ചത്. യുവാക്കൾക്കും ചെറിയ ഗ്രൂപ്പുകൾക്കുമൊക്കെ സംഘടനയിൽ ചേരാവുന്നതാണ്. ഇതിനായി വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. യുവാക്കൾക്കായി ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി ഘടനാപരമായി ഒരു പാഠ്യപദ്ധതി ചർച്ച ചെയ്യാൻ ഒത്തുകൂടുന്നു. ഒരു വിഷയം നിർവചിക്കുക, അതിനെ സംസ്കാരവുമായി ബന്ധപ്പെടുത്തുക, തിരുവെഴുത്തുകൾക്ക് സമർപ്പിക്കുക, ദൈനംദിന ജീവിതത്തിൽ ബൈബിൾ തത്വങ്ങൾ പ്രയോഗിക്കുക എന്നിവ ഉൾപ്പെടുന്ന ഒരു ചർച്ചാവേദി പാരിസ് പറഞ്ഞു. സമൂഹവും ഉത്തരവാദിത്വവും സൃഷ്ടിക്കുന്നതിനായി രൂപീകരിച്ചു. ബൈബിൾ എന്താണെന്ന് പഠിക്കുകയും കൂടുതൽ അവബോധം നേടുകയും ചെയ്യുക. ദൈവവചനം എന്ന വാൾ എങ്ങനെ ഉപയോഗിക്കുമെന്ന് പലർക്കും അറിയില്ല. ആർക്കും ഒരു ബൈബിൾ വാക്യം പോലും ചൊല്ലാൻ കഴിയുന്നില്ല. പലരെയും മനസ്സിലാക്കിയ സത്യമാണിത്. പാരിസ് പറയുന്നു, ഞാൻ ബിസിനസ് റൂട്ടിൽ പോകാൻ ആഗ്രഹിച്ചു. പക്ഷേ കർത്താവ് അങ്ങനെയല്ല എന്നെ കണ്ടത്. ക്രിസ്തീയ അന്തരീക്ഷത്തിൽ വളർന്ന ഞാൻ ബൈബിൾ പരിജ്ഞാനത്തിലല്ലായിരുന്നു. അങ്ങനെ ദൈവത്തിനായി സമർപ്പിച്ചു. പാരീസ് കൂട്ടിച്ചേർത്തു. 2022 കൗണ്ടർ ആക്ട് രൂപീകരിച്ചു. 12 സംസ്ഥാനങ്ങളിലും സംഘടന വളർന്നു. ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകളിലേക്ക് സംഘടന എത്തിച്ചേരുന്നു. പാരിസ് പറഞ്ഞു. ഒരു വിഷയം നിർവചിക്കുക, അതിനെ സംസ്കാരവുമായി ബന്ധപ്പെടുത്തുക, തിരുവെഴുത്തുകൾക്ക് സമർപ്പിക്കുക, ദൈനംദിന ജീവിതത്തിൽ ബൈബിൾ തത്വങ്ങൾ പ്രയോഗിക്കുക എന്നിവ ഉൾപ്പെടുന്ന ഒരു ചർച്ചാവേദി പാരിസ് പറഞ്ഞു. സമൂഹവും ഉത്തരവാദിത്വവും സൃഷ്ടിക്കുന്നതിനായി രൂപീകരിച്ചു. ബൈബിൾ എന്താണെന്ന് പഠിക്കുകയും കൂടുതൽ അവബോധം നേടുകയും ചെയ്യുക. ദൈവവചനം എന്ന വാൾ എങ്ങനെ ഉപയോഗിക്കുമെന്ന് പലർക്കും അറിയില്ല. ആർക്കും ഒരു ബൈബിൾ വാക്യം പോലും ചൊല്ലാൻ കഴിയുന്നില്ല. പലരെയും മനസ്സിലാക്കിയ സത്യമാണിത്. പാരിസ് പറയുന്നു, ഞാൻ ബിസിനസ് റൂട്ടിൽ പോകാൻ ആഗ്രഹിച്ചു. പക്ഷേ കർത്താവ് അങ്ങനെയല്ല എന്നെ കണ്ടത്. ക്രിസ്തീയ അന്തരീക്ഷത്തിൽ വളർന്ന ഞാൻ ബൈബിൾ പരിജ്ഞാനത്തിലല്ലായിരുന്നു. അങ്ങനെ ദൈവത്തിനായി സമർപ്പിച്ചു. പാരീസ് കൂട്ടിച്ചേർത്തു. 2022 കൗണ്ടർ ആക്ട് രൂപീകരിച്ചു. 12 സംസ്ഥാനങ്ങളിലും സംഘടന വളർന്നു. ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകളിലേക്ക് സംഘടന എത്തിച്ചേരുന്നു. പാരിസ് പറഞ്ഞു.